ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പരിചയപ്പെടുത്തുന്നത് ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു പാനീയത്തെയാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പല രോഗങ്ങളുടെയും ഒരു മൂല കാരണമെന്ന് പറയുന്നത് നീർക്കെട്ടാണ്. അകാരണമായി ഉണ്ടാകുന്ന ക്ഷീണം, തളർച്ച, അസ്ഥികളിലും സന്ധികളിലും ഉണ്ടാകുന്ന വേദന, തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ, ഓട്ടോ ഇമ്യൂൺ ഡിസോർഡേഴ്സ്, ഇതിന്റെയൊക്കെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നീർക്കെട്ട് തന്നെയാണ്. അപ്പോൾ നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് നമ്മൾ ഒത്തിരി മരുന്നുകൾ കഴിക്കുന്നുണ്ടാവാം. അതിന്റെ കൂടെ നമുക്ക് വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ ലഭ്യമാകുന്ന ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ഈസിയായി കുറയ്ക്കാമെന്ന് നോക്കാം. ആദ്യമായി പരിചയപ്പെടുത്തുന്നത് കറുവപ്പട്ടയാണ്. കറുവപ്പട്ട എന്ന് പറയുന്നത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു ദ്രവ്യമാണ്. കറുവപ്പട്ടയിൽ ധാരാളം ആന്റി ഓക്സിഡൻസുകളും ആന്റി ഇൻഫ്ലമേറ്ററി കണ്ടൻസും അടങ്ങിയിട്ടുണ്ട്. സിന്നമാൽഡിഹൈഡ് തുടങ്ങിയവയൊക്കെ ശരീരത്തിലെ നീർക്കെട്ടിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. കരളിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ ഇൻസുലിൻ ലെവല് ക്രമീകരിക്കാനും കറുവപ്പട്ട ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. അടുത്തതായി പരിചയപ്പെടുന്നത് ഏലക്കയാണ്. ഏലക്കയിൽ ധാരാളം ആന്റി ഓക്സിഡൻസും ഫ്ലവനോയിഡ്സും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഗട്ട് ഹെൽത്ത് വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ നീർക്കെട്ടിനെ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. ടെർമറിക് അഥവാ മഞ്ഞളിൽ ധാരാളം കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട്. ഇതും ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. കൂടാതെ കുരുമുളക് പൊടിയും ചേർക്കാം. കുരുമുളക് പൊടി ചേർക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ മഞ്ഞള് ശരീരത്തിൽ പൂർണ്ണമായും ആഗിരണം ചെയ്യാറില്ല. ശരീരത്തിൽ മഞ്ഞൾപ്പൊടിയുടെ ആഗിരണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ഈ പാനീയത്തിൽ ചേർക്കുന്നത്. നാരങ്ങ നീര് ധാരാളം ആന്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുള്ളതാണ്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 2 ഗ്ലാസ് വെള്ളം എടുക്കുക. നന്നായി തിളയ്ക്കുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ചായപ്പൊടിയോ അതല്ലെങ്കിൽ ഗ്രീൻ ടീയോ ചേർക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ പട്ട പൊടിച്ചതും 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ചേർക്കുക. അതിനുശേഷം നന്നായി തിളപ്പിച്ച് തണുത്തതിന് ശേഷം 1 ടീസ്പൂൺ നാരങ്ങ നീരും ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്.